കാസർഗോട്ടെ ചൗക്കി എന്ന സ്ഥലത്ത് ഇടിമിന്നലേറ്റൊരു വീടിന് വിള്ളൽ സംഭവിച്ചു. കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്ന വീട്ടിൽ എന്തായാലും ഭാഗ്യത്തിന് ആർക്കും പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയോടെ കാസർഗോഡിന്റെ തീരദേശ മേഖലയിൽ വലിയ തോതിൽ ഇടിയും മിന്നലുമുണ്ടായി. വീടുകൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് ചൗക്കിയിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു വീടിന്റെ വയറിംഗ് പൂർണ്ണമായി തകരുന്ന ഒരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ വീട്ടിൽ പല ഭാഗങ്ങളിലായി വിള്ളലുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇത് ഇന്നലെ ഒരു 9-9:45 സമയത്താണ് സംഭവം നടന്നത്. ആ ഇടിയും മിന്നലില്ല ഉണ്ടായിരുന്നു. നല്ല ഇടിയും മിന്നലും മഴയെല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ജ്യേഷ്ഠൻ്റെ ഭാര്യയും മകളും 2 പേരക്കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. ഒരു പേരക്കുട്ടി അവരും നടുവിൻ്റെ റൂമിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ആ സ്ഫോടനം ഒന്ന് പൊട്ടിത്തെറിച്ചത്. അവിടെ അതിൻ്റെ ELCB മെയിൻ സ്വിച്ച് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ അവർക്കെന്തും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ലൈറ്റും ടോർച്ചും അതെല്ലാം അടിച്ച് നോക്കുമ്പോഴേക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. വയറ് ഫുള്ള് കത്തിയിട്ടുണ്ട്. കിച്ചൻ്റെ ഉള്ളിൽ പറ്റം ഈ കിച്ചൻ്റെ മെറ്റീരിയലും മറ്റു കാര്യങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ട്. ക്ലോസറ്റ് വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. ജനപ്രതിനിധികളെ ഇവർ അറിയിച്ചിരുന്നു? എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നെ നെല്ലിക്കൊന്നും ഉണ്ണീത്താനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.